നോക്കുന്നത് എമ്പുരാനാണ്. എമ്പുരാന്റെ ബോക്സ് ഓഫീസ് കളക്ഷനാണ് എല്ലാവരും നോക്കുന്നത്. മലയാളത്തിൽ ഇന്ന് വരെ കാണാത്ത രീതിയിലുള്ള ബാഹുബലിയെ വെല്ലുന്നു, ബാഹുബലിയൊക്കെ മുകളിലാകുന്നൊക്കെ പലരും പറയുന്നുണ്ട്. മലയാളത്തിന്റെ ബോക്സ് ഓഫീസ് പുഷ് ചെയ്യാനുള്ള ലെവലിലേക്ക് എമ്പുരാൻ വരുമെന്ന് തോന്നുന്നുണ്ടോ? ഉറപ്പായിട്ടും ഓരോ സിനിമയും വിജയിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇത്ര വലിയ ബഡ്ജറ്റിൽ വരുന്ന വലിയ പ്രതീക്ഷകളുള്ള സിനിമ എന്നതിൽ തീർച്ചയായിട്ടും എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ ഇവിടെ വിജയിക്കേണ്ടത് ഇൻഡസ്ട്രിയുടെ ആവശ്യമാണ്, നമ്മുടെ ഓരോരുത്തരുടെ ആവശ്യമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പം ഒരു ഫിലിം മേക്കർ എന്ന നിലയിൽ എനിക്ക് നാളെ ഒരു വലിയ സിനിമ പ്ലാൻ ചെയ്യണമെങ്കിൽ നിലവിലുള്ള വലിയ സിനിമകൾ വിജയിക്കേണ്ട ആവശ്യകതയുണ്ട്. തീർച്ചയായിട്ടും ഞാനും പ്രാർത്ഥിക്കുന്നു ആ സിനിമ വിജയിക്കുമെന്നാണ് പ്രതീക്ഷ. ഐഡിയൽ നായക സങ്കല്പം എന്നാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. നായകൻ ആർക്കും ആവാം, നായകനായിട്ട് ആർക്കും വേണമെങ്കിലും വരാം. കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റിന് താഴെ ഞാൻ കമൻറ്റ് കണ്ടു, പോത്തം വരെ നായകനായി പിന്നെയാണ്. നായകൻ ആർക്കും ആവാം, അതിനൊന്നും പ്രശ്നമില്ല. ഐഡിയൽ ഒരു ഹീറോ സങ്കല്പം എന്ന് പറയുന്നത് നമ്മുടെ ഒരു തോന്നലുണ്ടല്ലോ. ഒരു നായകൻ ഇങ്ങനെയായിരിക്കണം, അയാൾക്ക് ഡാൻസ് കളിക്കാൻ പറ്റണം, അയാൾക്ക് അത് ചെയ്യാൻ പറ്റണം, അയാൾക്ക് ഫൈറ്റ്, ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ടാവും അങ്ങനത്തെ ഒരു നായകന്, ഐഡിയൽ കൺവെൻഷനുള്ള നായകൻ. അപ്പം അതിലേക്കുള്ള ഫീച്ചേഴ്സ് ഉള്ള ആളല്ല ഞാനെന്നാണ് പറഞ്ഞത്. അല്ല, ഞാൻ നല്ലൊരു ക്യാരക്ടറാണ്, ഞാനൊരു ക്യാരക്ടറായിട്ടാണ് ചെയ്യുന്നത്, ഞാനൊരു ഹീറോ ആയിട്ടല്ല അതിൽ പെർഫോം ചെയ്യുന്നത്. ഒരു പെർഫോമർ എന്ന നിലയിലാണ് ഞാൻ പെർഫോം ചെയ്യുന്നത്. ഞാൻ പറയുന്നത് ഒരാൾ നായകനാവാം, ഞാൻ ഐഡിയൽ സങ്കല്പത്തിൽ എന്നാണ് പറഞ്ഞത്.